ഓക്കെ, അപ്പോൾ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഹൈവേ മെറ്റീരിയൽസിലെ പേയ്മെന്റ് ആൻഡ് ഡിസൈൻ എന്നുള്ള ടോപ്പിക് ആണ് കേട്ടോ. സോ ഹൈവേ മെറ്റീരിയൽസിലെ പേയ്മെന്റ് ആൻഡ് ഡിസൈൻ എന്നുള്ള ടോപ്പിക് ആണ്. Bitumen in solid state is called asphalt, semi-fluid state is called mineral tar, fluid state is called petroleum. പിന്നെ all of the above. ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, ബിറ്റ്യൂമിൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇസ് കോൾഡ് asphalt. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സോ ബിറ്റ്യൂമിൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇസ് കോൾഡ് asphalt, സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഇസ് കോൾഡ് മിനറൽ ടാർ, fluid state is called petroleum, all of the above. അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളൂ. ഓക്കെ, സോ ബിറ്റ്യൂമിൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇസ് കോൾഡ് asphalt, കറക്റ്റ് ആണ്. അതുപോലെ സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റില് ബിറ്റ്യൂമിനെ പറയുന്നത് മിനറൽ ടാർ. ഓക്കെ, അതും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് സ്റ്റേറ്റ് അതിന് ഇറ്റ് ഇസ് കോൾഡ് ആസ് പെട്രോളിയം. സോ ഓൾ ഓഫ് ദി എബവ് ആണ് ടു ആൻസർ. സോ ഓൾ ഓഫ് ദി എബവ് ഞാൻ ഒരു കളറിലിടാം. ഈ കളർ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓൾ ദി എബവ് ആണ് ആൻസർ. Now, bitumen is generally obtained from organic material, synthetic material, then petroleum product. അപ്പോൾ ആൻസർ അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. So bitumen is generally obtained from organic material, synthetic material, petroleum product, coal. ശരിക്കും ബിറ്റ്യൂമിൻ എന്ത് പ്രൊഡക്റ്റ് ആണ്? ഇത് ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടോളൂ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ഇട്ടോളൂ. സോ ബിറ്റ്യൂമിൻ ഇസ് ജനറലി ഒബ്റ്റെയിൻഡ് ഫ്രം പെട്രോളിയം പ്രൊഡക്റ്റ്. ബിറ്റ്യൂമിൻ പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. ടാർ ആണ് കോൾ പ്രൊഡക്റ്റ് കേട്ടോ. ടാർ ആണ് കോൾ പ്രൊഡക്റ്റ്. നൗ ലോസ് ഏഞ്ചൽസ് മെഷീൻ ഇസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി അഗ്രിഗേറ്റ് ഫോർ crushing strength, impact value, abrasion resistance, water absorption. Crushing strength, impact value, abrasion resistance, water absorption. Los Angeles machine is used to test aggregate for എന്താന്ന് അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്രോളിയം പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. 2C. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ C ആയിരുന്നേ. അടുത്തത് ലോസ് ഏഞ്ചൽസ് മെഷീൻ്റെ. ലോസ് ഏഞ്ചൽസ് മെഷീൻ ഇസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ aberration resistance. It is used for testing aberration resistance. Okay, aberration resistance. ലോസ് ഏഞ്ചൽ ടെസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാലോ. നമ്മളൊരു വലിയ ഡ്രമ്മിൻ്റെ ഉള്ളിൽ നമ്മൾ മെറ്റീരിയൽസ് ഇടും. അതായത് അഗ്രിഗേറ്റ് മെറ്റീരിയൽസിന്റെ കൂടെ ബോൾസ് ഇടും, സ്റ്റീൽ ബോൾസ്. ഈ ബോൾസും ഈ സാധനവും കൂടിയിട്ട് ഒന്നിച്ചു വെയർ ആൻഡ് ടയർ എന്ന് ചോദിച്ചാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ അബ്രേഷൻ. ഓക്കെ, അബ്രേഷൻ എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയല് മറ്റു മെറ്റീരിയലിന്റെ കൂടെ ഇങ്ങനെ ഒരയുമ്പോൾ ഉണ്ടാകുന്ന വെയർ ആൻഡ് ടയർ. ഓക്കെ, അപ്പോൾ വെയർ ആൻഡ് ടയർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീനും ഏകദേശം ഇത് തന്നെയാണ് കേട്ടോ. ലോസ് ഏഞ്ചൽസ് തന്നെയാണ്. അതുപോലെ ഡിവൽസ് അപ്പാരറ്റസും ഇത് തന്നെയാണ്. ഓക്കെ, നൗ ഡോറീസ് അപ്പാരറ്റസ്, അങ്ങനെ ഒരു അപ്പാരറ്റസ് കൂടി ഉണ്ടല്ലോ. ഓക്കെ, നൗ a flaky aggregate is said to be elongated if its length is a flaky aggregate is said to be elongated if its length is equal to the mean size, twice the mean size, thrice the mean size, and 4 times the mean size. സോ ഒരു ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത് എന്നുള്ളത്. ഓക്കെ, ഫ്ലേക്കി അഗ്രിഗേറ്റിൻ്റെത് ത്രൈസ് ദ മീൻ സൈസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് PSCക്കും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ JEE എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് ഇറ്റ് ഇസ് എലോങ്ങേറ്റഡ് ഇഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് ത്രൈസ് ദ
mean size. Okay, now next question. Bitumen emulsion is a liquid containing bitumen in suspension, a paint, is used as anti-corrosive paint, all the above. Bitumen emulsion എന്ന് പറഞ്ഞാൽ എന്താണ്? Bitumen emulsion എന്ന് പറയുന്നത് a liquid containing bitumen suspension, a paint used as anti-corrosive paint, all above. അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളൂ. Okay. Bitumen emulsion is a liquid containing bitumen in suspension. Bitumen emulsion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിന്റെ കൂടെ ബിറ്റ്യൂമിൻ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അതിപ്പോൾ ചിലപ്പം ലിക്വിഡ് വന്നിട്ട് എമൾഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബിറ്റ്യൂമിൻ വന്നിട്ട് അതിൽ മിക്സ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മളിത് ആന്റി കൊറോസീവ് പെയിന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതും കറക്റ്റ് തന്നെയാണ്. ആന്റി കൊറോസീവ് പെയിന്റ് ആയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ടെർമൈറ്റ് കോട്ടിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ബിറ്റ്യൂമിൻ ഇമൾഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നൗ അത് മാത്രമല്ല വേറെയും യൂസ് ചെയ്യാറുണ്ട്, ലൈക്ക് കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, ആ സ്റ്റേജസിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നൗ ഇൻ CBR ടെസ്റ്റ് the value of CBR is calculated at 2.5 mm penetration, 5 mm penetration, 7.5 mm penetration, both 2.5 and 5 mm penetration. In CBR test, the value of CBR is calculated at 2.5, 5, 7.5 and 2.5. അറിയുന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടോളൂ. ആൻസർ ഭയങ്കര സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ബോത്ത് 2.5 mm ആൻഡ് 5 mm. 2.5ന്റെ 5 mmലുള്ള പെനിട്രേഷൻ നമ്മൾ നോക്കാറുണ്ട് ഇൻ കേസ് ഓഫ് CBR ടെസ്റ്റ്. CBR ടെസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യുക? നമ്മൾ വന്നിട്ട് അതിലൊരു കണ്ടെയ്നർ ഉണ്ട്. ഇതിൽ നമ്മൾ നമ്മളുടെ സോയിൽ ആഡ് ചെയ്യും, എന്നിട്ട് സോയിൽ റാം ചെയ്യും 25 ടൈംസ് ISD. ഇറ്റ് ഈസ് ബോത്ത് 25 mm ആൻഡ് 5 mm പെനിട്രേഷൻ. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഇനി എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ പെനിട്രേഷൻ 40 kN ലോഡാണ് ഏകദേശം കൊടുക്കുന്നത്. കൊടുത്ത് അതിന്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യും, പെനിട്രേഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ എന്നിട്ട് 2.5ലും 5 mm പെനിട്രേഷനിലും വാല്യൂസ് നമ്മൾ എടുക്കുക. ഓക്കെ, മിക്കവാറും നമ്മുടെ ആൻസേഴ്സ് 2.5 ആയിരിക്കണം കൂടുതൽ 5നേയും കാട്ടും. ഓക്കെ, അങ്ങനെയാണ് യൂഷ്വലി വരേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ ഒന്നും കൂടി റീടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ്. An aggregate is said to be flaky if its least dimension is less than. ഈ ഫ്ലേക്കിയുടെയും അതുപോലെ ഇലോങ്ങേഷൻ ഇൻഡെക്സിന്റെ ഡെഫിനിഷൻസ് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിൽ പെർസെൻറ്റേജിൽ ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഡെസിമലിൽ 1.8 ടൈംസ് 3.6 ടൈംസ് എന്ന് പറയുന്നുണ്ട്, അതും നോട്ട് ചെയ്യണം. അത് കൂടാണ്ട് ഫ്രാക്ഷനിൽ വരുന്നിട്ടുള്ള ലീസ്റ്റ് ഡയമെൻഷന്റെ ഡെഫിനിഷനും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബിക്കോസ് അത് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളെ മാർക്ക് കളയാൻ വേണ്ടി തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ടൈപ്പാണ്. ഓക്കെ, an aggregate said to be flaky if its least dimension is less than എന്താണ് 3/5 the mean distance അല്ലെങ്കിൽ mean dimension. Okay, so 3/5 times the mean dimension. Now next question. When the bituminous surfacing is done on already existing black top or over existing cement concrete road, the type of treatment to be given is. Okay, in this case, what is the type of treatment to be given is, when the bitumen surfacing is done on already existing black top. ഒരു bitumen surface already existing black topന്റെ മുകളിൽ ഇടുവാണെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? It is a tack coat. Tack coat. Okay, അതിനെ പറയുന്നതാണ് tack coat. Okay, next. Bottommost layer of the pavement is known as. Bottommost layer of the pavement ന്റെ bottommost layer എന്ന് പറയുന്ന പേര് എന്താണ്? Okay, it is sub base course, subgrade, wearing course, base course. എന്താ പറയുന്നത്? For the bottommost layer of the pavement, ഒരു പേയ്മെന്റിന്റെ ഏറ്റവും അടിയിലത്തെ ലെയറിനെ അറിയാന്നുള്ളവരൊന്ന് ഇട്ടേ. എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ അല്ലേ ഇത്? Bottommost layer of the pavement is known as, it is known as subgrade. Okay, subgrade ആണ് ഏറ്റവും bottommost layer of the pavement. Okay, so bottommost layer of the pavement ആണ് subgrade.
Los Angeles test for aggregate is done to determine the നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അബ്രേഷൻ, വാട്ടർ അബ്സോർപ്ഷൻ, ക്രഷിംഗ് സ്ട്രെങ്ത്, ഇമ്പാക്ട് സ്ട്രെങ്ത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ആൻസർ വേഗം പറഞ്ഞു പോവാണ്. ഇറ്റ് ഇസ് അബ്രേഷൻ. അബ്രേഷൻ റെസിസ്റ്റൻസ് ആണ് അതിൽ മെഷർ ചെയ്യുന്നത്. നൗ ദ റെസിസ്റ്റൻസ് ഓഫ് അഗ്രിഗേറ്റ് ടു വെയർ ഇസ് നോൺ ആസ്, നേരത്തെ പറഞ്ഞു വെയർ ആൻഡ് ടയർ മെഷർ ചെയ്യുമ്പം എന്താണ് മെഷർ ചെയ്യുന്നതെന്ന്. ഇമ്പാക്ട് വാല്യൂ, അബ്രേഷൻ, അതുപോലെ തന്നെ shear resistance, crushing resistance. The resistance of an aggregate to wear is known as aberration resistance. It is known as aberration resistance. For constructing road pavements, the type of cement generally used. For construction of road pavement, the type of cement generally used. Ordinary cement, rapid hardening cement, low heat cement, blast furnace slag cement. ഏത് ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് യൂഷ്വലി റോഡ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത്? ഇത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള സെക്ഷനിലും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉള്ള സെക്ഷനിലും ചോദിക്കാറുണ്ട്. അത് കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള കാറ്റഗറിയിലും ചോദിക്കാം. ഓക്കെ, so for construction of road pavements, the type of pavement generally used is rapid hardening cement. It is rapid hardening cement. Rapid hardening cement ആണ് generally use ചെയ്യുന്നത്. Now, the specific gravity of bitumen. ബിറ്റ്യൂമിന്റെ specific gravity മാത്രമല്ല, asphalt, tar ഇതെല്ലാം നോക്കി വെക്കണം കേട്ടോ. So, then specific gravity of bitumen is 1.09. 1.09 ആണ് ഇതിനകത്ത് ആപ്റ്റ് ആയിട്ടൊരു വാല്യൂ ആയിട്ട് കണ്ടിട്ടുള്ളത് ഫോർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബിറ്റ്യൂമിൻ. ചില ബുക്കിൽ 1.1 എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അതും തെറ്റൊന്നും അല്ല കേട്ടോ. 1.1 അല്ലെങ്കിൽ 1.09 കറക്റ്റ് തന്നെയാണ്. സോ ജെയിൽ SSC അപ്രൂവ് ചെയ്തിരിക്കുന്ന ആൻസർ 1.09. ഓക്കെ, നൗ construction joints in cement concrete. Construction joints in cement concrete should not be provided at the corner, should be spaced at a distance of 3 meters apart in case of huge structures, should be located where shear force is large, should be located where bending moment is large. എവിടെയാണ് കൺസ്ട്രക്ഷൻ ജോയിന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? കോർണറിലാണോ അതോ should be spaced at a distance 3 meters apart in case of huge structures? ഇനി should be located where shear force is large, should be located where bending moment is large. എവിടെയാണ് കൺസ്ട്രക്ഷൻ ജോയിന്റ് വേണ്ടത്? കൺസ്ട്രക്ഷൻ ജോയിന്റ് വേണ്ടത് should be provided at the corners. ഈ ഡിസ്റ്റൻസ് 3 meter അപ്പാർട്ട് എന്നുള്ള അത് വന്നിട്ട് എക്സ്പാൻഷൻ ജോയിന്റിന്റെ ആണ് കേട്ടോ. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് ദി കോർണേഴ്സ്. Aggregate is said to be flaky. Aggregate is said to be flaky when its length is equal to 1.8 times its mean dimension, its length is equal to its mean dimension, its least dimension is equal to its mean dimension, its least dimension is 3/5 of its mean dimension. ആൻസർ അറിയാന്നുള്ളവരൊന്നിട്ടേ. നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. The least dimension is, it is 3/5. Okay, 3/5 the mean dimension. Okay, 3/5 the mean dimension ആണ് for a flaky aggregate. Okay, resistance of an aggregate to the effect of hydration of cement and weather is called. The resistance of an aggregate to the effect of hydration of cement and weather is called impact value, soundness, crushing strength, abrasion resistance. Okay, ഇതിനെ പറയുന്നത് എന്താണ്? അറിയുന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടോളൂ. So the answer is soundness.
Okay, resistance of an aggregate to effect of hydration of cement and weather. It's called as soundness. Now, aggregate impact value indicates which of the following properties of aggregate. ഈ aggregate impact value എന്ത് property ആണ് പറയുന്നതെന്ന്. Durability, toughness, hardness, strength. ഈ 4 ഓപ്ഷനിൽ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഡ്യൂറബിലിറ്റി ആണോ, ടഫ്നെസ് ആണോ, ഹാർഡ്നെസ് ആണോ, സ്ട്രെങ്ത് ആണോ? In case of aggregate impact value, you are measuring the toughness അല്ലെങ്കിൽ impact of the aggregate. Okay, so toughness ആണ് അതിന്റെ ആൻസർ. ഇപ്പൊ ഇതിന്റെ വാല്യൂസ് ഒക്കെ ഉണ്ട് കുറെ, സോ ആ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. Now, resistance of a material to penetration. പെനിട്രേഷന്റെ മെറ്റീരിയൽ, ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ടു പെനിട്രേഷൻ എന്താണ് മെഷർ ചെയ്യുന്നത്? ടഫ്നെസ്, ഹാർഡ്നെസ്, ഫെറ്റീഗ്, റഫ്നെസ്. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ടു പെനിട്രേഷൻ. നമുക്കൊരു കരിങ്കല്ല് എടുത്തിട്ട് ആ കരിങ്കല്ലിന്റെ മുകളിൽ നമ്മൾ എത്ര പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുമോ, റെസിസ്റ്റൻസ് എത്ര തരുന്നു, അതിനെന്താ പറയുക? The hardness, resistance of a material to penetration, hardness. On horizontal curve, if pavement is kept horizontal across the alignment, then the pressure on the outer wheel will be more than the pressure under inner wheels, less than pressure under inner wheels, equal to pressure on inner wheels, 0. On horizontal curve, if pavement is kept horizontal across the alignment, then pressure on the outer wheels will be more than the pressure under inner wheels. More than the pressure under the inner wheels. Horizontal curve പോകുമ്പോൾ പേയ്മെന്റിന്റെ, if pavement is kept horizontal across the alignment, pavement horizontal ആയി തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക? Then the pressure on the outer wheels, it will be more than the pressure on the inner wheels. Pressure outer wheel pressure കൂടുതലായിരിക്കും. Okay, now the ductility value of bitumen. The ductility value of bitumen is equal to that of tar, more than that of tar, less than that of tar, none of these. The ductility value of bitumen is almost equal to tar. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ബിറ്റ്യൂമിൻ ഉപയോഗിക്കാം. പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് ബിറ്റ്യൂമിൻ. Now, the penetration test on bitumen is used for determining its grade, ductility, viscosity, none of these. Penetration test on bitumen is used for determining its ductility test ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ductility test ചെയ്യാൻ വേണ്ടിയിട്ട് ductility ടെസ്റ്റിന് തനിയെ അപ്പാരറ്റസ് ഉണ്ട് ബിറ്റ്യൂമിന്റെ. ഓക്കെ, പെനിട്രേഷൻ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ആർ ഡൂയിങ് പെനിട്രേഷൻ ടെസ്റ്റ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേഡ്. ഓക്കെ, സോ ഗ്രേഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. Calculate the equivalent radius of resistance of section, resisting section, radius of resisting section of 20 centimeter slab if the ratio of radius of the wheel load distribution to thickness of the slab is 2. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വരാറുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇൻ ദിസ് വൺ നമ്മളുടെ ഈക്വലന്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വിവാലന്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ. ഈക്വലന്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷനെ ഞാൻ ബി എന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണ്. സോ ബിയുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റേഡിയസ് ഓഫ് ദി കോണ്ടാക്ട് ഏരിയ ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇഫ് എ ഇസ് ലെസ് ദാൻ 1.724 ടൈംസ് ഓഫ് എച്ച് ആണെന്നുണ്ടെങ്കിൽ ബി ഇസ് ഈക്വൽ ടു, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലന്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ ഇസ് ഈക്വൽ ടു root of 1.6 a square plus h square minus 0.675 into
H. Okay. Ini, if A is greater than 1.724 H ആണെന്നുണ്ടെങ്കിൽ then B is equal to A ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് എയും എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് തന്നിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ദ വീൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ടു തിക്നെസ് ഓഫ് ദി സ്ലാബ്, അതായത് എ ബൈ എച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പം എ ഇസ് ഈക്വൽ ടു 2H. ഇനി തിക്നെസ് ഓഫ് ദ സ്ലാബ് തന്നിട്ടുണ്ട്. സോ 2 ഇൻറ്റു 20 ദാറ്റ് ഇസ് ഈക്വൽ ടു 40. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഇത് ഗ്രേറ്റർ ദാൻ 1.724 ആണോ ലെസ് ദാൻ 1.724 ആണോ എന്ന് നോക്കണം. സോ നമ്മൾ ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ 1.724 ഇൻറ്റു 20, ഇപ്പോൾ 1.724 ഇൻറ്റു 20 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 34.8 എന്ന് കിട്ടും. ഓക്കെ, 34.48 എന്ന് കിട്ടും. 34.48. ഇത് ലെസ് ദാൻ എ വാല്യൂ 40 ആണ്, 1.724 34.2 ആണ്. അപ്പോൾ എ ലെസ് ദാൻ 1.724 ഇൻറ്റു എച്ച് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ബി ഈസ് ഈക്വൽ ടു എ തന്നെയാണ്. അപ്പോൾ എ എന്താണ്? 40. സോ ബിയും 40 തന്നെ ആയിരിക്കും. ഓക്കെ, ആൻസർ 40 ആണ് കേട്ടോ. കിട്ടിയോ? ഇതിനെ ബേസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ രണ്ട് കണ്ടീഷൻസ് ഓർത്ത് വെക്കുക, ഈ ഫോർമുലയും ഓർത്ത് വെക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫോർമുല ഫോർ ഈക്വലന്റ് റേഡിയസ് ഓഫ് റെസിസ്റ്റിംഗ് സെക്ഷൻ. ഓക്കെ, which of the following property of bitumen is related to Penske's-Martin test? Penske-Martin test in the which of the following property is related to Penske-Martin test? That's question. Ductility, softening point, flash and fire point, viscosity. So which of the following properties of bitumen is related to Penske-Martin test? So ductility ആണോ, സോഫ്റ്റനിങ് പോയിന്റ് ആണോ, ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ആണോ, വിസ്കോസിറ്റി ആണോ? അപ്പൊ ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം വലിയ ആലോചനയൊന്നും അതിനകത്ത് നടത്തണ്ട. ഡക്ടിലിറ്റി ടെസ്റ്റ് എന്തായാലും പെൻസ്കി-മാർട്ടൻ അല്ല. സോഫ്റ്റനിങ് പോയിന്റ് നമ്മൾ റിംഗ് ആൻഡ് ബോൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ വിസ്കോസിറ്റി ടെസ്റ്റും അങ്ങനെയല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ് ആണ് പെൻസ്കി-മാർട്ടൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫയറിംഗ് എഫിഷ്യൻസി ആക്ച്വലി ഇത് എങ്ങനെയാന്നുള്ള രീതിയിൽ എടുക്കുന്നതാണ് കേട്ടോ. ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് പെൻസ്കി-മാർട്ടൻ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരായതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. നൗ ഇൻ ദ സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ് ഓഫ് ദ bitumen with the help of a ring and ball apparatus, what is the diameter of the steel ball? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിംഗ് ആൻഡ് ബോളിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പൊ ഇതിന്റെ ബോളിന്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മെറ്റീരിയൽ ടെസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഈ മെറ്റീരിയൽ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന ആ കോർ, ഇപ്പൊ കോർ സ്ട്രെങ്തനിങ് ടെസ്റ്റ് ആണെങ്കിൽ ആ കോറിന്റെ ഡയമെൻഷൻസ്, അതുപോലെ തന്നെ CBR ടെസ്റ്റ് ആവുമ്പോൾ CBR ടെസ്റ്റിന്റെ ഡയമെൻഷൻസ്, ഓക്കെ, ആ എക്യുപ്മെന്റ് ഡയമെൻഷൻസ്, ഈ എക്യുപ്മെന്റ് ഡയമെൻഷൻസ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിനെ ബേസ് ചെയ്ത് എത്ര ബോൾ ഉപയോഗിക്കാറുണ്ട് ലോസ് ഏഞ്ചൽസ് ടെസ്റ്റിന്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എന്ത് ബോളാണ് ഉപയോഗിക്കണേ? സ്റ്റീൽ ബോൾ ആണോ, ബ്രാസ് ആണോ, ബൊറോൺസ് ആണോ, അങ്ങനെ. ഓക്കെ, സോ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഇസ് ദ ഡയമീറ്റർ ഇൻ സെന്റിമീറ്റർ ഫോർ ദ സ്റ്റീൽ ബോൾസ്? സോ സ്റ്റീൽ ബോൾസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.95 സെന്റിമീറ്റേഴ്സ് ആണ്. ഇതിന്റെ വാല്യൂ MM ഓർത്തിരുന്നോളണം കേട്ടോ. MM ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്ത് എഴുതിക്കോളണം കേട്ടോ. നമ്മൾ എന്ത് യൂണിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ മാർക്ക്, ഈച്ച് മാർക്ക് കൗണ്ട്സ്. ഓക്കെ, നൗ the value of rigidity factor for design purpose if the tire pressure is greater than 0.7 megapascal is greater than 1, equal to 1, less than 1, 0. The value of rigidity factor for design purpose if tire pressure is equal to 1, less than 1, greater than 1,
greater than 0.7 megapascal is less than 1, equal to 1, greater than 1, 0. ഇതിൽ ഏതാണ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. Okay. The value of rigidity factor for design purpose, if the tire pressure is greater than 0.7 megapascal, is actually 0.35 ആണ് ട്ടോ ആൻസർ. ലൈറ്റ് ആയിട്ട് ആൻസർ മാറിപ്പോയി എഴുതിയപ്പോൾ. ഓക്കെ, 0.35 ആണ്. Okay, so it is actually greater than 1. Rigidity factor definition എന്താണെന്ന് വെച്ചാൽ, so in case of a rigidity factor, the definition for rigidity factor is rigidity factor definition. Rigidity factor is equal to contact pressure by tire pressure. Okay, so in this case, ഇതിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ the value of rigidity factor when the tire pressure is less than 0.7 Newton per mm square, അതായത് മെഗാപാസ്കൽ അല്ലെങ്കിൽ 7 kg per centimeter square എന്ന് പറയാം, ആണെന്നുണ്ടെങ്കിൽ the rigidity factor എന്ന് പറയുന്നത്, the rigidity factor is equal to 1 or unity. It is 1 or unity ആയിരിക്കും. It is 1 or unity. Okay. An excess flaky particle in concrete aggregates decrease the workability, increase the quantity of water and sand, affects the durability of concrete. All options are correct. An excess of flaky particles in concrete aggregates decrease the workability, increase the quantity of water and sand, affects the workability, durability of concrete. All options are correct. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? What happens when there is an excess of flaky particles? Excess of flaky particles ഉള്ളപ്പം decrease the workability. Workability വല്ലാണ്ട് affect ചെയ്യും അത്. Okay. Now, the type of aggregate of same nominal size which contains less void when when compacted are. The type of aggregate
of same nominal size which contains less voids when compacted. Less voids when compacted are rounded, rounded, spherical, irregular, flaky, none of these. The answer is flaky. The type of aggregate of same nominal size which contains less void when compacted. Compact ചെയ്യുമ്പോൾ less voids കിട്ടുന്നത് irregular അല്ല, rounded അല്ല, flaky ആണ് ട്ടോ. Pick the correct statement from the following. The percentage of voids in the aggregate after proper compaction is called the angularity number. Angular aggregates are superior to rounded aggregates. The surface texture depends upon the hardness, grain size, free structure and structure of the rock. All options are correct. Pick the correct statement. Statement pick cheyananu the question. Okay. The percentage of voids in the aggregate after proper compaction is called angularity number. Alla. Adupole. The angular aggregates, the compaction of the angular aggregates are superior to rounded aggregates. Superior എന്ന് പറയാൻ പറ്റില്ല. It is all options are correct. Okay. What is the percentage content? What is the percentage of asphalt in the cutback asphalt? The percentage of asphalt in cutback asphalt is 10 percentage, 30 percentage, 50 percentage, 80 percentage. What is the percentage of content of asphalt in cutback asphalt? The answer is 80 percentage. What is the percentage of asphalt in cutback asphalt? It is 80 percentage. In which of the following test of bitumen ring and ball apparatus is used? Ring and ball apparatus ഏത് ടെസ്റ്റിനാണ് ഉപയോഗിക്കണേന്നാണ് നമ്മൾ നേരത്തെ സംസാരിച്ച സാധനം തന്നെയാണ്. സോ അതിന് ആൻസർ വന്നിട്ട് ഇറ്റ് ഇസ് സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. If the least lateral dimension of aggregate is less than 0.6 times its mean dimension, the aggregate is classified as angular, flaky, irregular, rounded. If the lateral dimension of aggregate is less than 0.6 times of its mean dimension, the aggregate is classified as flaky. Okay. So അതായത് 60% അതുപോലെ തന്നെ 3/5 of the mean dimension same flakyയുടെ definition ആണ് കേട്ടോ. മാറിപ്പോരുതേ. Now, for concreting the surface of runways, the roads and pavements, the aggregate impact value shall not exceed by weight. And aggregate impact value shall not exceed by weight. എത്ര വെയിറ്റിലാണ് എക്സീഡ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത്. ഓക്കെ. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ. ഈ വാല്യൂ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് ഇടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ദ ആൻസർ ഇസ് 0.3. 0.3 ആണ് കേട്ടോ ആൻസർ. Calculate the equivalent radius of resisting section of 20 cm thick slab if the ratio of radius of the wheel distribution to the thickness of the slab is 0.5. നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. അപ്പം ഇതിനകത്തിൽ നമുക്ക് വന്നിട്ട് A/H റേഷ്യോ തന്നിട്ടുണ്ട് 0.5 എന്ന്.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് എ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു 0.5 into 20, so you'll be getting 10. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മറ്റേ 1.724 നോക്കാം. 1.724 is equal to 1.724 into 10. So into 10 ചെയ്യുമ്പോൾ 17.42 അല്ലേ? ടെൻ അല്ല, H20 ആണല്ലോ. 7.724 into 20. Okay, so you'll be getting 34.48. Okay, so A is less than 1.724 into H. അപ്പം A less than ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അറിയാവുന്ന ഫോർമുല എന്താണ്? B is equal to root of 1.6 into A square plus H square മൈനസ് പി, ഇത് റൂട്ട് ബാക്കിയുള്ള പോർഷൻ റൂട്ടിൻ്റെ ഉള്ളിലല്ല കേട്ടോ, മൈനസ് 0.675 ഇൻറ്റു എച്ച് എന്നാണ് കേട്ടോ. സോ ഇറ്റ് ഇസ് 1.6 A സ്ക്വയർ എന്നുള്ളത് 1.6 ഇൻറ്റു എ എന്ന് പറയുന്നത് 10 ആണ്, അപ്പോൾ 10 സ്ക്വയർ പ്ലസ് എച്ച് എന്ന് പറയുന്നത് 20 ആണ്, അപ്പോൾ 20 സ്ക്വയർ മൈനസ് 0.675 ഇൻറ്റു എച്ച് എന്ന് കിട്ടും. അപ്പം ഇത് റൂട്ട് ഓഫ് 560 മൈനസ് 13.5 എന്ന് വരും. ഇനി റൂട്ട് ഓഫ് 560 നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു ആലോചിക്കേണ്ടി വരും. ഓക്കെ, വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഞാനൊരു ഷോർട്ട് ഐഡിയ പറഞ്ഞു തരാം. ഓക്കെ, ഇത് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഈ 5ഉം 60യും 560 എന്നുള്ള നമ്പർ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഏകദേശം 20 പ്ലസ് ഉള്ള ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, സോ അപ്പം 20 പ്ലസ് ഉള്ള നമ്പർ, അപ്പൊ 21 സ്ക്വയർ, 20 സ്ക്വയർ അറിയാം 400 ആണ്. ഇപ്പൊ 21ന്റെ സ്ക്വയർ വരില്ല, അപ്പൊ 22ന്റെ സ്ക്വയർ നോക്കാം, കുറച്ചും കൂടി വലുതായിരിക്കോട്ടെ. അപ്പൊ 484 എന്ന് വന്നു. ഇനി 23ന്റെ സ്ക്വയർ എടുത്തപ്പം 529 എന്ന് വന്നു. അപ്പോൾ 24ന്റെ സ്ക്വയർ എടുത്തപ്പം 576 എന്ന് വന്നു. നമുക്ക് കിട്ടിയ നമ്പർ 560 ആണ്. അപ്പൊ എന്തായാലും ഈ 23യുടെയും 24ന്റെ ഇടയിൽ കിടക്കുന്ന ഒരു നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇതിന്റെ റൂട്ടിന്റെ ആൻസർ. അപ്പൊ ഏകദേശം 23 പോയിന്റ് സംതിങ് ആയിരിക്കും, 5ഓ 6ഓ 7ഓ എന്തോ ആണ്. ഓക്കെ, അത് നമുക്ക് അറിയില്ല, അപ്പൊ അതവിടെ കിടന്നോട്ടെ, നമുക്ക് 23 തന്നെ എടുക്കാം. ഓക്കെ, സോ 23 മൈനസ് 13.5 ചെയ്ത് നോക്കുക, നമുക്ക് ആൻസർ 9.5 കിട്ടി. ഇനി നമ്മുടെ ഓപ്ഷൻസിൽ നോക്കിയിട്ട് ഈ 9.5ന്റെ തൊട്ട് വലിയ നമ്പർ ഏതെങ്കിലും കിടപ്പുണ്ടോ നോക്കുക. 10.16 കിടപ്പുണ്ട്, അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരിക്കും ആൻസർ ഇത് തന്നെയാണ്. സോ ഇറ്റ് ഇസ് 23.66 മൈനസ് 13.5 ആണ്. സോ യുൽ ബി ഗെറ്റിംഗ് ആൻസർ 10.16. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട ഒരു ഐഡിയ ആണ് ഈ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം എല്ലായിടത്തും കൊണ്ടുപോയിട്ട് അത് പ്രയോഗിച്ചിട്ട് അവസാനം എനിക്ക് ആൻസർ കിട്ടിയില്ല എന്ന് പറയരുത്. ഓക്കെ, സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ആൻസേഴ്സ് ഉപയോഗിക്കാം, അല്ല ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following test is used for bitumen? Bitumen യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്ലം ടെസ്റ്റ്, അബ്രേഷൻ ടെസ്റ്റ്, പെനിട്രേഷൻ ടെസ്റ്റ്, ഫൈനസ് ടെസ്റ്റ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാൻ മനസ്സിലായിട്ടുണ്ടാവും കണ്ടപ്പോൾ തന്നെ. ഇറ്റ് ഇസ് പെനിട്രേഷൻ ടെസ്റ്റ്. അബ്രേഷൻ ടെസ്റ്റ് ഒന്നും നമ്മൾ പോയിട്ട് ബിറ്റ്യൂമിൽ ചെയ്യുന്നില്ല, അതുപോലെ സ്ലം ടെസ്റ്റ് ചെയ്യില്ല, അത് കോൺക്രീറ്റിലാണ്. പിന്നെ അതുപോലെ ഫൈനസ് ടെസ്റ്റും ഇല്ല. ഓക്കെ, നൗ aggregate which passes through 25 mm IS sieve and is retained on the 20 mm sieve is said to be flaky if its greatest dimension is less than. അപ്പം ഇത് നമ്മളുടെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ടു ഫൈൻഡ് ദ ലീസ്റ്റ് എന്താണ് അഗ്രിഗേറ്റിന്റെ, അതായത് ഫ്ലേക്കിനെസ് ഓഫ് അഗ്രിഗേറ്റിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഡെഫിനിഷൻ എന്താണ്? ഇഫ് ഇറ്റ്സ് minimum dimension is less than 60% or
3/5 times the size of average. The size of average dimension. Okay, size of average dimension. So, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇതിൽ ആവറേജ് ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? ആവറേജ് ഇസ് ഈക്വൽ ടു ഈ 20 + 25/2 ചെയ്യാം. അപ്പം നമുക്ക് 22.5 mm എന്ന് കിട്ടും. ഓക്കെ, 22.5 mm എന്ന് കിട്ടും. ഇനി ഇതിന്റെ 3/5 അതാണ് നമ്മുടെ ഡെഫിനിഷൻ. 3/5 times of 22.5. So you'll be getting answer 13.5 mm. Okay, so നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 13.5 mm. The type of aggregate not suitable for high strength concrete and for payments subjected to tension. Tension subjected ആയിട്ടുള്ള payments-ന് യൂസ് ചെയ്യാൻ ഇല്ലാത്ത ടൈപ്പ് ഓഫ് subjected to payment in tension. The aggregate യൂസ് ചെയ്യാൻ suitable അല്ലാത്തത്. ഓക്കെ, suitable ആയതല്ല കേട്ടോ, അല്ലാത്തത്. ഇറ്റ് ഈസ് ആക്ച്വലി ദ റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് കൂട്ടാൻ പറ്റില്ല. ബിക്കോസ് റൗണ്ടഡ് അഗ്രിഗേറ്റ്സിന് വോയിഡ്സ് കൂടുതലായിരിക്കും. ഓക്കെ, നല്ല വർക്കബിലിറ്റി ഒക്കെ തരും, പക്ഷെ അതിന് വോയിഡ്സ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കൂടുതലായിട്ട് ആംഗുലർ ആക്കിയാണ് ഉപയോഗിക്കാൻ നല്ലത്. നൗ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഓർ ഡെലിറ്റീരിയസ് മെറ്റീരിയൽ ഇൻ ദി അഗ്രിഗേറ്റ്? അഗ്രിഗേറ്റിലുള്ള ഡെലിറ്റീരിയസ് മെറ്റീരിയൽ, അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അന്ന് ഹാനികരമായിട്ടുള്ള വസ്തു ഇതിനകത്തുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡെലിറ്റീരിയസ് മെറ്റീരിയൽ കോൾ, ക്ലേ ലംസ്, സോഫ്റ്റ് ഫ്രാഗ്മെന്റ്സ്. ഇതിന്റെ ഓപ്ഷൻ വന്നിട്ട് എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ് അല്ലെ. കോൾ ഇരുന്നാലും പ്രശ്നമാണ്, ക്ലേ ഇരുന്നാലും പ്രശ്നമാണ്, സോഫ്റ്റ് ഫ്രാഗ്മെന്റ്സ് എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ പോലത്തെ വേറെ എന്തെങ്കിലും കെമിക്കൽ ഐറ്റംസ് ക്ലേ പോലെ തന്നെയുള്ള വേറെ എന്തെങ്കിലും ഒക്കെ കിടന്നാലും പ്രശ്നം തന്നെയാണ്. ഓക്കെ, നൗ lean concrete base is an example of rigid pavement, flexible pavement, composite pavement, semi-rigid pavement. Lean concrete base is an example of flexible pavement. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കോൺക്രീറ്റ് എന്ന് കാണുമ്പോൾ റിജിഡ് പേയ്മെന്റ് ആണെന്ന് വിചാരിക്കും, അല്ല, ഇറ്റ് ഇസ് ആൻസർ ഇസ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് കേട്ടോ. Calculate the ratio of the radius of the relative stiffness for concrete pavements if the ratio of their thickness is 1.5. ഇതൊരു വർക്ക്ഔട്ട് എക്സാമ്പിൾ ആണ്. ഇത് ആക്ച്വലി അത്ര ഈസി ഒന്നും അല്ല, ബട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പം രണ്ട് മെറ്റീരിയലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു കോൺക്രീറ്റിന്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കോൺക്രീറ്റ് പേയ്മെന്റ്സിന്റെ അതിന്റെ തിക്നെസ് തമ്മിലുള്ള റേഷ്യോ 1.5 തന്നിട്ടുണ്ട്. അപ്പം റിലേറ്റീവ് സ്റ്റിഫ്നെസിന്റെ ജനറൽ ആയിട്ടുള്ള റിലേറ്റീവ് സ്റ്റിഫ്നെസ്സിനെ ഞാൻ ഐ എന്നോ എൽ എന്നോ ഒക്കെ റിപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ എൽ എന്ന് റിപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ ജനറൽ ആയിട്ട് ഫോർമുല എന്ന് പറയുന്നത് EH⁻3 അതായത് EH³ ഡിവൈഡഡ് ബൈ 12K ഇൻറ്റു 1 മൈനസ് മ്യൂ. മ്യൂ എന്ന് പറയുന്നത് Poisson's ratio. Okay, mu the whole mu raised to 3. Okay, mu cube എഴുതിയില്ല. Okay, mu raised to 3 the whole raised to 1/4 ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസും കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പോലെയാണ് തോന്നുക. അപ്പം ഇത് വന്നിട്ട് എക്സാമിന് വന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി L is equal to EH³ divided by 12K into 1 minus Q. ഇതിൽ E എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദി സ്ലാബിന്റെ തിക്നെസ് എന്നാണ്, അതായത് കോൺക്രീറ്റ് പേയ്മെന്റ് തിക്നെസ്. അതുപോലെ തന്നെ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K is the modulus of subgrade. ഇതായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അറിയാൻ പറ്റാത്തത് മാത്രം ഞാൻ എഴുതി വെക്കുകയാണ്, മോഡുലസ് ഓഫ് സബ്ഗ്രേഡ്. ഒരേ മെറ്റീരിയൽ ആണ് ഇതൊക്കെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. മ്യൂ വന്നിട്ട് പോയ്സോൺസ് റേഷ്യോ. അപ്പൊ ഞാൻ ഇത് എല്ലാം ഒരേ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കണേന്നുള്ളത് കൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള റേഷ്യോ ഇപ്പൊ ഞാൻ അതിന്റെ P എന്നും Q എന്നും വിളിക്കുവാണെന്ന് വെച്ചോ. ഇപ്പൊ അതായത് LP/LQ എന്ന് ഞാൻ ഇടുവാണ്, P എന്നും Q എന്ന് തന്നെ ഇടുവാന്ന് വെച്ചോ. ഓക്കെ, അപ്പം P നും Q എന്ന് ഇടുന്നതിന് മുമ്പ് നമുക്ക് ആ റേഷ്യോ നമ്മുടെ ഇവരുടെ റേഷ്യോ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ അത് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. ഞാൻ HP/HQ
ഇസ് ഈക്വൽ ടു 1.5 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എച്ച് പി ഇസ് ഈക്വൽ ടു 1.5 ടൈംസ് ഓഫ് എച്ച് ക്യൂ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എൽ പി ബൈ എൽ ക്യൂ എടുക്കാം. അപ്പം എൽ പി ബൈ എൽ ക്യൂ ഇസ് ഈക്വൽ ടു ഇതിന്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈക്വൽ ടു ഇ എന്താണ്? ഇ അത് തന്നെ, രണ്ടിന്റെയും ഇ ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി എച്ചിന്റെ മാത്രം വ്യത്യാസമുണ്ട്. എന്താണ് എച്ച് പി എന്ന് പറയുന്നത് 1.5 എച്ച് ക്യൂ ആണ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, സോ 1.5 എച്ച് ക്യൂ ഡിവൈഡഡ് ബൈ എച്ച് ക്യൂ ആണ്. ഇനി അടുത്തത് ഈ 12 ക്യാൻസൽ ആയി പോയി, കെ വന്നിട്ട് താഴെ ഉള്ളത് മേലെ വന്നു. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിവേഴ്സ് എടുക്കുമല്ലോ. സോ കെയും ക്യാൻസൽ ആയി പോയി, കെ പിയും ഒന്ന് തന്നെയാണ്. അപ്പം കെ തന്നെയാണ് അതവിടെ. ഓക്കെ, ഇനി 1 മൈനസ് മ്യൂ ക്യൂബ് അത് എഴുതേണ്ട കാര്യമില്ല, കാരണം പോയിസോൺസ് റേഷ്യോ ഒരേ മെറ്റീരിയൽ ആണ്, സെയിം തന്നെയാണ്, ക്യാൻസൽ ആവുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ക്യാൻസൽ ആയിട്ട് ബാക്കി നിൽക്കുന്നത് 1.5ന്റെ 1/4 എന്നാണ്, അതായത് 1.5ന്റെ 4th റൂട്ട് എന്നാണ് കിടക്കുന്നത്. ഓക്കെ, 1.5 റേസ് ടു 0.25. ഓക്കെ, 0.25 എന്ന് കിടക്കണ പോലെയാണ് അവസ്ഥ. അപ്പൊ ഇതെങ്ങനെ സോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ റൂട്ട് ഓഫ് 1.5 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1.5ന്റെ റൂട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ 1ന്റെ റൂട്ട് 1 തന്നെയാണ്. അതുപോലെ തന്നെ 5ന്റെ സ്ക്വയർ വരുന്ന ഏകദേശം അടുത്ത് സ്ക്വയർ വരുന്ന ടേം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഏകദേശം 1.2 സംതിങ് ആയിരിക്കണം 1.5ന്റെ റൂട്ട്. ഇനി 1.5 റേസ് ടു 1/4 എന്ന് പറയുമ്പം ഈ വാല്യൂ താഴേക്കാണ് പോവുള്ളൂ. അപ്പൊ ഈ 1.2ന് ഏറ്റവും താഴത്തേക്കുള്ള ഒരു നമ്പർ ഇവിടെ തപ്പുക. നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 1.106 എന്നുണ്ട്. അപ്പൊ ഈ 1.2ല് താഴെ കിടക്കുന്ന ഒരു നമ്പർ ഉള്ളത് 1.06 ആണ്. അപ്പോൾ 4th റൂട്ട് 1.106 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇപ്പൊ കിട്ടിയോ എങ്ങനെ ഇത് സോൾവ് ചെയ്യാന്ന്? ഓക്കെ, സോ ഇതിന്റെ ആൻസർ ശരിക്കും 1.106 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേറ്റർ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ ദ കോപ്പറേഷൻ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.